മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹമില്ലാതായിരിക്കുന്നു, സ്നേഹം തടുത്തു പോയിരിക്കുന്നു, മനുഷ്യന്റെ ഉള്ളിൽ അധാർമികത വർദ്ധിച്ചിരിക്കുന്നു. നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ കേരളത്തെ കുറിച്ച് പറയുന്നത് സാക്ഷര സുന്ദര കേരളം, അഭിമാന കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നാം വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന വാർത്തകൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നോ അല്ലെങ്കിൽ സുന്ദര കേരളം എന്നോ ഒരിക്കലും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രമാത്രം വൈകൃതമായി കേരളം മാറിയിരിക്കുന്നു. ഇത് മാത്രം ഈ ഒരു കാലഘട്ടം, ഇതുപോലൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യൻ മൃഗത്തിന് തുല്യമായി, മൃഗം പോലും ഇത്രമാത്രം അധപ്പതിച്ച രീതിയിൽ സ്വഭാവത്തിന് വൈകല്യത വരുവാൻ കാരണമില്ല. അത് മാത്രമല്ല, തലമുറകളെ നാം നോക്കിയാൽ യുവതലമുറകൾ മനുഷ്യനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരണമില്ലാത്ത, വർദ്ധിച്ചു വരുന്ന വൈകൃത സ്വഭാവത്തിലുള്ള തലമുറകൾ വളർന്നു വരുന്ന, ആർക്കും വിധേയപ്പെടാത്ത, ആർക്കും അനുസരിക്കുവാൻ കഴിയാത്ത തലമുറകളായി നമ്മുടെ യൗവനക്കാർ മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഉണർന്നിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിയമമില്ലാഞ്ഞിട്ടാണോ, നിയമസംഹിതകളില്ലാഞ്ഞിട്ടാണോ? ഭരണകൂടം, നല്ലൊരു ഭരണകൂടമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ ഇത്രമാത്രം പാപങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൂരമായ സ്വഭാവത്തിന് വിധേയപ്പെടുവാൻ കാരണം എന്താണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യന്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന പാപ സ്വഭാവമാണ്. എങ്ങനെയാണ് ഈ പാപ സ്വഭാവം മനുഷ്യനെ വൈകൃതനാക്കുന്നത്? പാപമുള്ള വ്യക്തിയ അല്ലെങ്കിൽ പൈശാചികമായ ചിന്തയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ക്രൂരമായ സ്വഭാവത്തിന് അടിമപ്പെടുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇത് നീക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ, മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെ മാറ്റുവാൻ നമുക്ക് എന്തുകൊണ്ട്, എങ്ങനെ സാധിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രമാത്രം അധപ്പതിച്ച ഒരു കാലഘട്ടം, ഇത്രമാത്രം അധപ്പതിച്ച തലമുറകളുള്ള ഒരു കാലഘട്ടം മുമ്പെങ്ങും ഇല്ലാത്തപ്പോൾ നാം നിരാശരായിട്ടിരിക്കാതെ, അല്ലെങ്കിൽ നാം ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന, ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന വൈകല്യതകളെ എങ്ങനെ നമുക്ക് മാറ്റുവാൻ കഴിയും? നമ്മുടെ നിയമങ്ങൾക്ക് മാറ്റുവാൻ കഴിയുമോ? നമ്മുടെ ചിന്തകൾക്ക് മാറ്റുവാൻ കഴിയുമോ? നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഉള്ളിലെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ഇതെല്ലാം മനുഷ്യന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഈ സമയത്ത് നാം ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന പ്രിയ സ്നേഹിത, നാം ഒത്തിരി പ്രശ്നങ്ങളുടെ, മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ ആത്മഹത്യ വർദ്ധിച്ചിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ, കുടുംബ കോടതികൾ വർദ്ധിച്ചിരിക്കുന്നു, കുടുംബ കോടതികളിൽ എണ്ണപ്പെട്ടിരുന്ന കേസുകൾ വർദ്ധിച്ചിരിക്കുന്നു, വൃദ്ധസദനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനാഥശാലകൾ നിരവധിയായി കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നാം കേട്ട വാർത്തയാണ്, തങ്ങൾ താലോലിച്ച് വളർത്തുന്ന സ്വന്തം കുഞ്ഞിനെ ഒരു നിഷ്കരണമായ, അല്ലെങ്കിൽ ഒരു മനസാക്ഷിയും കൂടാതെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന മാതാവ്, അല്ലെങ്കിൽ ക്രൂരമായി കൊല്ലുന്ന പിതാവ്. ഒരു വീടുകളിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. നമ്മൾ ആരും സ്വന്തം വീട്ടിൽ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. അത് മാതാവെന്നോ പിതാവെന്നോ ആർക്കും ഒരു സുരക്ഷിതത്വം സ്വന്തം വീട്ടിൽ പോലും ഇല്ലാതെ മനുഷ്യന് സ്വൈര്യമായി ജീവിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകം വളരെ വൈകൃതമായ ഒരു സ്വഭാവത്തിലേക്ക് പോവുകയാണ്. വളരെ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യ ജീവിതം ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ചിന്തയാണ് ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു വാർത്തയും നമുക്ക് സന്തോഷം തരാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു വാർത്തയും നാം കേൾക്കുന്ന ഒരു സംഭവം നമുക്ക് ആശ്വാസം തരാൻ കഴിയാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ആശ്വാസം തരാൻ കഴിയുന്ന, മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകാൻ കഴിയുന്ന, മനുഷ്യന്റെ മനസ്സിന് എക്കാലവും സന്തോഷം തരാൻ കഴിയുന്ന ഒരു വാർത്തയുണ്ട്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്നാൽ അതിന്റെ അർത്ഥം സുവിശേഷം എന്നാൽ നല്ല വർത്തമാനം, സന്തോഷം തരുന്ന വർത്തമാനം, സമാധാനം നൽകുന്ന ഒരു സന്ദേശം എന്ന. എന്തുകൊണ്ടാണ് സുവിശേഷം സമാധാനം തരുന്നത്? മറ്റേത് വാർത്തകളും ഒരു സമാധാനവും മനുഷ്യന് തരാൻ കഴിയാതിരിക്കുമ്പോൾ, മറ്റൊരു വാർത്തയും മനുഷ്യന് ആശ്വാസം തരാൻ കഴിയാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ്? സുവിശേഷത്തിന്റെ കേന്ദ്ര വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ വാർത്തയും സമാധാന വാർത്തയുമായതുകൊണ്ടാണ് സുവിശേഷ വർത്തമാനങ്ങൾ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ കണ്ണുകളെ തുറക്കുവാൻ, പാപിയായ മനുഷ്യന്റെ അല്ലെങ്കിൽ പൈശാചികമായ സ്വഭാവത്തിന് വൈകൃതമായ മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുവാൻ, വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം കർത്താവിനെ കുറിച്ചുള്ള സത്വർത്തമാനമാണ്, സന്തോഷ വർത്തമാനമാണ്. എങ്ങനെയാണ് കർത്താവിനെ കുറിച്ചുള്ള വാർത്ത സന്തോഷ വർത്തമാനമായി തീരുന്നത്? കാരണം യേശു പറയുന്നു, ഈ ലോകത്തിലേക്ക് യേശു വന്നതിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. പലരും ഈ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട്, പലരും കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ യേശു വന്നതിന്, യേശുവിന്റെ വർത്തമാനം സന്തോഷ
സന്തോഷമായി തീർന്ന വാർത്തയായി തീർന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. യേശു പറയുന്നത് കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിയാണ്. എങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ? പാപത്തിലേക്ക്, പാപത്തിന്റെ അന്ധതയിലേക്ക്, പാപത്തിന്റെ അന്ധകാരമായ ജീവിതത്തിലേക്ക് മറിഞ്ഞ നടക്കപ്പെട്ട നയിക്കപ്പെട്ട മനുഷ്യനെ തേടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ പാപകരമായി ജീവിക്കുന്ന മനുഷ്യന് ഒരിക്കലും നല്ല പ്രവർത്തികളെ ചെയ്യുവാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകണം. ഇങ്ങനെ സമാധാനമില്ലാത്ത മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളും അതിക്രമങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനം നൽകുന്ന ഒരു സന്ദേശമെന്ന സുവിശേഷമാ. യേശു പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്ന. അങ്ങനെയെങ്കിൽ ലോകത്തിൽ നടമാടുന്ന സമാധാനമില്ലാത്ത എല്ലാ ചിന്താഗതികളും മാറ്റണമെങ്കിൽ സമാധാനം തരുന്ന ഒരു യേശുവിൽ വിശ്വസിക്കണം. യേശു തന്നെ പറയുന്നു, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാൻ വന്നിരിക്കുന്നു എന്ന. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ അടുക്കുന്ന ഒരു മനുഷ്യനും പാപിയായി ജീവിക്കുവാൻ കഴിയില്ല. ദൈവത്തോട് അടുക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ സത്പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് നടന്ന് അകലുന്ന, ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യനാണ് പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന സകല പ്രവൃത്തികളും ദുഷിന്റെയും ദുഷ്പ്രവൃത്തികളും കുടിയിരിക്കുന്ന മനുഷ്യനാണ് സകല അക്രമങ്ങളും അതിക്രമങ്ങളും ചെയ്യുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ സുവിശേഷം വ്യാപിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം തരുന്ന, സമാധാനം തരുന്ന സന്ദേശം നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഒരു മതത്തിന്റെ വക്താവായിട്ടല്ല. യേശു ഒരു മതവും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. എല്ലാ മതങ്ങളും സ്ഥാപിതന്മാരുള്ളപ്പോൾ യേശു വന്നത് മനുഷ്യനെ സ്നേഹിക്കാനാണ്, പാപിയായ മനുഷ്യനെ സ്നേഹിക്കാനാണ്, നിരാശയിൽ കിടക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുവാനാണ്, സന്തോഷമില്ലാത്ത സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ കിടക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ട അനുഭവമാണോ, ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നുപോയ വ്യക്തിയാണോ, ഞങ്ങൾ പറയുന്നു, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും, യേശു നിങ്ങൾക്ക് സമാധാനം തരും. ജീവിതത്തിന്റെ ഏതെങ്കിലും തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ, പ്രിയപ്പെട്ടവരെ, സുവിശേഷം നിങ്ങൾക്ക് ആശ്വാസം തരും. സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. കാരണം യേശുവിന്റെ വാദഗതികൾ അതാണ്. യേശു പ്രാഗൽഭ്യത്തോടെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്നാ പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ വെളിച്ചത്തിന്റെ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പകരം അന്ധകാരത്തിൽ, ആധിപത്യത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ഈ ലോകം മുടിഞ്ഞിരിക്കുമ്പോൾ, ഇരുട്ട് മൂടി മനുഷ്യന്റെ മനസ്സ് ഇരുട്ട് കിടക്കുമ്പോൾ ഇവിടേക്ക് വെളിച്ചം തരാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, ഇരുട്ടിൽ ആണ്ട് കിടക്കുന്ന മനുഷ്യകുലത്തെ ഏവരെയും രക്ഷിക്കാൻ കഴിയുന്ന ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇരുളിന്റെ ആധിപത്യത്തിൽ, പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന സകല ആഭിചാര പ്രവൃത്തികളും, കൊള്ളയും കൊലയും പൂത്തിവെപ്പും കരിച്ചന്തയും ഒക്കെ ഈ വിഷയത്തിന് അഴിവ് വരണമെങ്കിൽ അതിന് യേശു എന്ന നാമത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. യേശുവിന് മാത്രമേ മനുഷ്യന്റെ ഉള്ളിലേക്ക് വെളിച്ചം പകരുവാൻ കഴിയുകയുള്ളൂ. അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യകുലത്തെ, സകല മാനവകുലത്തെയും രക്ഷിക്കാൻ യേശു ഈ ഭൂമിയിൽ വന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? സമാധാനമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? ഈ ലോകത്തിന്റെ ഇരുളിലേക്ക് മറയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? നിങ്ങളുടെ തലമുറകളുണ്ടോ? ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് രക്ഷ വരണമോ? ഈ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. തകർച്ചയിൽ കിടക്കുന്ന ചിലരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടണമോ? അതിന് ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കാം, എങ്കിൽ നീയും നിന്റെ കുടുംബം രക്ഷപ്പെടും. ഇന്ന് ഈ ഭൂമിയിലെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, മാനവജാതിയുടെ വിമോചനത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ അവതരിച്ച ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ വന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. സമാധാനം തരുന്ന, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിരാശകളെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന, സകല പാപചിന്തയിൽ നിന്ന് നിങ്ങൾ വിടുവിക്കുന്ന, പാപത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് വിമോചനം തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സന്ദേശം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, എനിക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.